ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അപ്പാച്ചി ഭ്രാന്തന്മാർക്ക് വേണ്ടിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ അപ്പാച്ചിയിൽ എങ്ങനെ ഓയിൽ കൂർ നമുക്ക് എങ്ങനെ കയറ്റാൻ പറ്റുമെന്നാണ് ഞാനിന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അപ്പാച്ചി 160, 180, 150 അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഈ ഒരു കൂളിംഗ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു എയർ കൂളിംഗ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എയർ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഓരോ ലെയറായിട്ട് കാണുന്നതാണ് കൂളിംഗ് സിസ്റ്റം. ഇതിന് ഫിൻസ് എന്ന് പറയും. ഈ ഓരോ ലെയറായിട്ട് കാണുന്നതാണ് ഫിൻസ് എന്ന് പറയുന്നത്. എൻജിൻ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ടാണ് വരിക. അപ്പോൾ അധികം ടെമ്പറേച്ചർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും. അപ്പോൾ ആ വരുന്ന ടെമ്പറേച്ചറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിൻസ് കൊടുത്തിട്ടുള്ളത്, എന്ന് വെച്ചാൽ എയർ കൂളിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മുടെ വണ്ടി ഓടുമ്പോഴൊക്കെ മുന്നിൽ നിന്ന് വരുന്ന എയർ ഇതിനുള്ളിലേക്ക് വരികയും ആ എയർ ആ ചൂടിനെ ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എനിക്ക് അറിയുന്ന പോലെയാണ് കൂളറിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ കൂളിംഗ് സിസ്റ്റം വെക്കാനായിട്ട് ഇതുപോലെ ഇവിടെ ഒരു പമ്പ് കാണാം. നമ്മുടെ ഓയിൽ പമ്പ് ഹെഡിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് കാണാം. അത് പൈപ്പ് ഞാനിവിടെ സെൻറ്റർ കട്ട് ചെയ്തിട്ടാണ്. എന്നിട്ട് താഴെയുള്ള ഈ കാണുന്ന പൈപ്പ് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതിലാണ് നമ്മൾ റേഡിയേറ്ററിൻ്റെ ഔട്ട്ലെറ്റും ഇൻലെറ്റും കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് റേഡിയേറ്റർ. ഇത് ഞാൻ ഒരു പഴയ 220 നിന്ന് അയച്ച് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെ അലൂമിനിയം ഷീറ്റാണ്. ഈ 4 ഒരു ലെയർ കാണാം, 4 ലെയർ. ഇതിലൂടെയാണ് നമ്മുടെ ഓയിൽ പമ്പ് ചെയ്ത് പോവുക. ഇത് ഇൻലെറ്റാണ്, ഇത് ഔട്ട്ലെറ്റാണ്. ഈ ഇൻലെറ്റ് കൂടെ ഓയിൽ കടത്തി വിട്ടിട്ട് ഈ 4 സെക്ഷനിലൂടെയാണ് ഔട്ട്ലെറ്റിലേക്ക് ഓയിൽ വരിക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രില്ല് പ്രൊട്ടക്ടർ. നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന എയർ അത് റേഡിയേറ്ററിൻ്റെ ഈ ഷീറ്റിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ഇതിനകത്തുള്ള എൻജിൻ ഓയിൽ തണുക്കുകയാണ് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചാൽ തന്നെ ഒന്ന് അമർന്നു പോകുന്ന ടൈപ്പ് ഷീറ്റാണ് വരുന്നത്. വളരെ ചെറിയ ഡയമീറ്ററിലുള്ള അലൂമിനിയം ഷീറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കല്ല് തട്ടിയാലൊക്കെ ബെൻഡാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാണ് ഈ പ്രൊട്ടക്ടർ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചാണ്. ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നെറ്റും പോട്ടിട്ട് ടൈറ്റ് ആക്കാണ് വേണ്ടത്. ഇതിൻ്റെ ബാക്കി ഓസൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ വണ്ടിയിൽ സൂട്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയാണ്. ഇപ്പം ഞാനിപ്പോൾ ഇത് ഹെഡിലേക്ക് കൊടുക്കാനായിട്ട് ഔട്ട്ലെറ്റ് വാൾവിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പഴയ ബ്രേക്ക് പമ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന പമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് ഔട്ട്ലെറ്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് ഔട്ട്ലെറ്റ്, ഇതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇൻലെറ്റ് വാൾവും ഔട്ട്ലെറ്റ് വാൾവും നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹോസ് ടൈറ്റ് ആക്കാനായിട്ട് ടൈറ്റിംഗ് ബെൽറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹോസ് ആകെ ഒന്നേ ഉള്ളൂ. ഈ ഒരു പമ്പ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കാറ്റടി പമ്പിൻ്റെ ഹോസാണ്. അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത് എല്ലാ വണ്ടിക്കും ഇവിടെയാണ് ഹോൺ വരുന്നത്. ഈ ഒരു ഹോൾ ഉണ്ടാകത്തുള്ളൂ, ഈ 2 ഹോൾ ഉണ്ടാകത്തുള്ളൂ. ഇങ്ങോട്ടേക്ക് ഞാൻ ഹോൾ ഉണ്ടാക്കിയെടുത്താണ്. എന്നിട്ട് നമുക്ക് നേരെ അതിലേക്ക് വെച്ച് കൊടുക്കാം. കറക്റ്റ് ഹോളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഹോണിൻ്റെ ബോൾട്ട് എടുത്തിട്ട് നമുക്ക് റേഡിയേറ്റർ ഫിറ്റ് ചെയ്യാം. നേരെ വെച്ചിട്ട് ടൈറ്റ് ആക്കാം. അതുപോലെയാണ് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ 2 നെറ്റും കൂടി ടൈറ്റാക്കി ഇടണം. അപ്പോൾ നമ്മൾ റേഡിയേറ്ററിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും നമ്മളിവിടെ കൊടുക്കുക. ഇത് വരുന്നത് ഔട്ട്ലെറ്റ്, ഇത് വരുന്നത് ഇൻലെറ്റ്. ഓയിൽ വരുന്നത് ഈ ഒരു ഹോസിലൂടെ ആയിരിക്കും. അപ്പം ഇൻലെറ്റ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം.
ഇങ്ങനെ ഉണ്ടാവുക. ഇതിലൊരു വാഷർ ഉണ്ടാവും, ഇത് കളയരുത്. പിന്നെ ഇതിനുള്ളൊരു വാഷർ ഉണ്ടാവും, 2 വാഷർ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ആക്സിലേറ്റർ കൊടുത്ത് നോക്കുക. ആക്സിലേറ്റർ കൊടുത്ത് നോക്കിയാൽ മാത്രമാണ് നമുക്കിതിവിടെ ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഈ 2 ഭാഗത്തും പിന്നെ റേഡിയേറ്ററിൻ്റെ ആ 2 ഭാഗത്തും ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നമ്മുടെ വർക്ക് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ എൻജിൻ്റെ ഓയിൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ എൻജിൻ ഓയിലാണ്. പിന്നെ നമ്മുടെ ഈ റേഡിയേറ്റർ ഓയിൽ കൂളർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 150 ml കൂടി എൻജിൻ ഓയിൽ നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് വെച്ചിട്ട്, ഈ റേഡിയേറ്റർ വെച്ചിട്ട് 2.5 വർഷത്തോളമായി. എനിക്കിപ്പോഴാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റിയത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തുകൊണ്ട് യാതൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഞാൻ ഇതിനും നല്ല വീഡിയോസ് ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കട്ട സപ്പോർട്ട് എനിക്ക് വേണ്ടി വരും. അപ്പം മറക്കാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.